സത്യം പറഞ്ഞ പാറ്റയും പാറ്റയുടെ ഫാമിലിയും മുത്തിയും മുത്തീൻ്റെ മുത്തിയും അതിൻ്റെ മുത്തിയും ഒക്കെ ദേ ഈ ഒരു ഷെൽഫിലാണ് താമസമെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് കേട്ടോ. നമ്മുടെ വീട് മാറ്റം പാർട്ട് 2ൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോണത് ഈ ഷെൽഫാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാറ്റകൾ വരാൻ തുടങ്ങി. എന്തായാലും ഇന്നിത് അടുക്കാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ജാനുവിന് 100 കൂട്ടം ആവശ്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ ഈ ക്ലീനിങ് ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഫോൺ കൊടുത്ത് അവിടെ ഇരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഞാൻ ക്ലീനിങ് തുടങ്ങുകയാണ് കേട്ടോ. നിലത്തിരുന്ന് ആദ്യം തന്നെ ഞാനൊരു മെഡിക്കൽ ഷോപ്പാണ് തുറന്നത്. കാരണം ഇത്രയും മരുന്നുകൾ ഈ വീട്ടിൽ ഞാൻ എന്തിനു വാങ്ങിച്ചു കൂട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഓരോ തവണ എന്തെങ്കിലുമൊക്കെ പനിയോ ജലദോഷമോ വരുമ്പോൾ വാങ്ങിക്കുന്ന മരുന്നുകൾ തീരാതെ തന്നെ അടുത്ത മരുന്ന് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. കാരണം ഒരിക്കൽ പൊട്ടിച്ചു, ഇത്രയും തവണ കഴിഞ്ഞു, ഇനി അത് യൂസ് ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും മെഡിക്കൽ ഷോപ്പുകാർക്കൊരു ലാഭമായി എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും കുറേ മരുന്നുകളൊക്കെ ഞാൻ മാറ്റി. ഇനി അതിനുശേഷമുള്ള ഒരു വലിയ ടാസ്ക്, ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് കുറേ ചാക്കും ബിഗ് ഷോപ്പറും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രോ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ തിരികെ എടുക്കുകയാണ്. ഈ കവറൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. പക്ഷെ പകുതിയിൽ കൂടുതലും പാറ്റയും പാറ്റയുടെ ഫാമിലിയും എഴുതി മേടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പാറ്റക്കുഞ്ഞുങ്ങളും എല്ലാം എന്തൊക്കെയോ ഒരു വൃത്തികേടൊക്കെ അതിൽ ഞാൻ കണ്ടു. എന്തായാലും അതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. എല്ലാം വേസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ അത് വെളിയിലെടുത്ത് ഫ്ലാറ്റിൻ്റെ വെളിയിലെടുത്ത് വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് കവറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു ഗ്രോ ബാഗിനകത്ത് ഇതെല്ലാം കൂടി കുത്തി കയറ്റി മിക്സ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ക്ലീനിങ് പരിപാടി അങ്ങോട്ട് തുടരുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി ഒരു തൂപ്പും വാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പനി പിടിക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം പൊടി അടുത്തൂടെ പോയാൽ മതി, അപ്പോഴേ പനി പിടിക്കുന്നൊരു ടൈപ്പാണ് ഞാനും ജാനൂസും എൻ്റെ കെട്ടിയോനും ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യട്ടെ. ഈ ഒരു ഷെൽഫ് എന്തായാലും എനിക്ക് ഇന്ന് ചെയ്ത് തീർക്കണം. പിന്നെ നമ്മൾ ഇന്നലെ എടുത്ത ട്രോളിക്കുട്ടനുണ്ടല്ലോ, അതിൽ ഞാൻ അത്യാവശ്യം ഡ്രസ്സൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആക്സസറീസൊക്കെ വെക്കാനുണ്ട്. അതും ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം. അത് മുഴുവനായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 3 കാണാം. ബൈ.